ഫ്രണ്ട്സ് പതിവ് പോലെ കാലത്ത് തന്നെ എണീറ്റു. എന്നിട്ട് വേഗം ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ചോറും തെർമൽ കുക്കറിൽ നിന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പം ഇന്ന് പതിവ് പോലെ നേരത്തെ എണീറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 6:30 ആയിട്ടാണ് എണീറ്റത്. മണിക്കൂട്ടന് 8:30ക്കാണ് ട്യൂഷൻ. അപ്പോൾ ഞാൻ ഇത്തിരി വൈകി എണീറ്റ വശം വേഗം ഞാൻ കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ട് വേഗം കുളിക്കാൻ പോണേക്കാളും മുമ്പ് പാലും പിന്നെ ചോറും അടുപ്പത്ത് വെച്ചു. ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കൊള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊള്ളിപ്പേരി ഉണ്ടാക്കാം. പക്ഷേ വാവച്ചിക്ക് അത് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഉണക്കപ്പയർ ഇരിക്കുന്നുണ്ട്, അതെടുത്ത് വെള്ളത്തിലിട്ടു എണീറ്റ വശം. അപ്പോൾ അവൾക്ക് ഉണക്കപ്പയറും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവർക്ക് 2 പേർക്കുള്ള പാലൊക്കെ മാറ്റി വെച്ചു. അതിനുശേഷം ബാക്കിയുള്ള പാലിൽ ഞാൻ വേഗം ചായയിലേക്ക് ഇട്ട് കൊടുത്തു, പഞ്ചസാരയും ചായയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ വേഗം കൊള്ളിയാണ് അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ നല്ല കൊള്ളിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം വെച്ചപ്പോഴേ എല്ലാവർക്കും ഇഷ്ടമായി. വാവച്ചിക്ക് ഇഷ്ടമില്ല, ബാക്കി ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ വേഗം കൊള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം വേഗം ചായയൊക്കെ അരിച്ചെടുത്തു. ആ ചായ അരിച്ചെടുത്തതിന് ശേഷം അത് ഒന്ന് ആറ്റി വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഞാൻ ഈ കൊള്ളി വാങ്ങാൻ കയറിയപ്പോൾ പഴം കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വില കുറവാണ് ഇപ്പോൾ നേന്ത്രപ്പഴത്തിന്. 50 രൂപയും കൂടെ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കിലോന്. അപ്പം അങ്ങനെ പഴമുണ്ട്, അപ്പോൾ അത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനത് വാർത്ത് വെച്ചു. വാർത്ത് വെച്ചതിന് ശേഷം ഇനി എനിക്ക് പഴം, ഞാൻ പറഞ്ഞില്ലേ പഴം ഉണ്ടെന്ന്, അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന വശം മണിക്കൂട്ടം ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 4 പഴം ഉണ്ടായിരുന്നത്, അതിൽ 3 പഴമാണ് ഞാൻ പുഴുങ്ങണുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴം അവിടെ വെച്ച് വാവിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആൾക്ക് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. പുഴുങ്ങിയ പഴം ഇഷ്ടമില്ല, മണിക്കുട്ടനും ഇഷ്ടമില്ല. അവനും ഇതുപോലെ പച്ചപ്പഴം തന്നെയാണ് കഴിക്കുക. അപ്പോൾ അവർ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഒരു പഴം അവിടെ മാറ്റി വെച്ചു. ബാക്കിയുള്ള പഴം എടുത്തിട്ട് ഞാൻ വേഗം പുഴുങ്ങാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ എനിക്കും കഴിക്കാം, പിന്നെ ബിജാഷേട്ടന് 2 കഷ്ണം കഴിക്കുകയും ചെയ്യാം. ബാക്കി 2-3 കഷ്ണം ആൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ആൾക്ക് അങ്ങനെ കൊടുത്തയക്കാറുണ്ട് ഉള്ളപ്പോൾ. എന്നിട്ട് ഞാൻ വേഗം ഉണക്കമാന്തൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉണക്കമാന്തലിൻ്റെ കച്ചവടം ഉണ്ടെന്ന്. അപ്പോൾ വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ പ്രാവശ്യം വാങ്ങിച്ചു. അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മാന്തൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അത് വറക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ വറക്കലൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ വേഗം ഞാനതൊക്കെ തൊലി കളഞ്ഞെടുത്തു. അത്യാവശ്യം വലിയ മാന്തളായിരുന്നു, പട്ടത്തി മാന്തൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതൊക്കെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് എടുക്കണം. നല്ല അങ്ങനെ തന്നെ ഞാൻ വറക്കണില്ല. എന്താണെന്ന് വെച്ചാൽ വലിയ മാന്തള ഞാൻ പറഞ്ഞല്ലോ, അത് കാരണം നടു കട്ട് ചെയ്തിട്ട് അങ്ങനെ പീസുകളായിട്ട് വറക്കാനായിരുന്നു. അപ്പം അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം, തൊലി കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ തലയിലത്തെ കറുപ്പ് കളറൊക്കെ വെട്ടി കളഞ്ഞു. എന്നിട്ട് ഞാൻ അതിൻ്റെ നീളമുള്ള വാലില്ലേ, അതെനിക്കിഷ്ടമില്ല, അതും ഞാൻ വെട്ടി കളഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തു. അപ്പം അങ്ങനെ പിന്നെ ചാറ് കറി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഉണക്കമീൻ വറുത്തതും പിന്നെ അച്ചാറിരിക്കുന്നുണ്ട്, അതും പിന്നെ കൊള്ളി ചാറാക്കിയിട്ട് വെക്കാം. അങ്ങനെ അത് ബിജാഷേട്ടന് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വാവച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാരണം പിന്നെ കൊള്ളി അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബിജാഷേട്ടന് കൊടുത്തയച്ചു. ബാക്കിയുള്ളത് ഞാൻ അവിടെ മണിക്കൂട്ടനും വെച്ചു. ഞാൻ പിന്നെ കുറച്ച് ഉണക്കപ്പയർ കുത്തി കാച്ചിയതാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ വേഗം ഉള്ളിയൊക്കെ നന്നാക്കി കൊള്ളിയിലേക്ക്. അപ്പോഴേക്കും കൊള്ളിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കൊള്ളിയുടെ ബിസിലൊക്കെ പോയപ്പോഴേ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്ത് ഉടഞ്ഞ് നല്ല, ഇന്നലെ വൈകുന്നേരം വെച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നല്ല ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ നല്ല അടിപൊളി, നല്ല പായസ കൊള്ളി എന്ന് പറയില്ല, അതുപോലത്തെ നല്ല കൊള്ളിയായിരുന്നു. എന്നിട്ട് ഞാനതൊക്കെ ഒന്ന് ഇളക്കി അവിടെ വെച്ചു. ഇളക്കി വെച്ചതിന് ശേഷം പിന്നെ അതൊന്ന് മിളകിടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ, അപ്പോഴേക്കും ഞാൻ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വെന്തുണ്ടോ നോക്കിയപ്പോൾ വെന്തിട്ടില്ല, ആവണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചത് കഴുകിയിട്ട് അതൊക്കെ ചതച്ചെടുത്തു. അതിന് ശേഷം പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെളുത്തുള്ളി ഇട്ടില്ല, എനിക്ക് കൊള്ളിയിൽ വെളുത്തുള്ളി ഇടുന്നത് ഇഷ്ടമില്ല. വെറുതെ ചുമന്നുള്ളി മാത്രം ഇട്ടിട്ട് അത് ഒരുവിധം മൂത്ത് വന്നപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിലായ കാരണം നല്ല മണമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ബിജാഷേട്ടൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് 2 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവിടെണ്ണ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പപ്പടം വറുക്കാനും മീൻ വറുക്കാനൊക്കെയാണ് അതിഷ്ടം. വെളിച്ചെണ്ണയിൽ കാച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ അതിൽ കൊള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. കണ്ടാൽ തന്നെ അറിയാം നല്ല കൊള്ളിയാണ്. ഇതുപോലെ വെക്കണതാണ് ഇവിടെ മണിക്കുട്ടനൊക്കെ ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് കഷ്ണം കടിക്കുന്നത് ഇഷ്ടമില്ല, ഗ്രേവി വേണം എന്ന് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കുക്കറൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. അല്ലെങ്കിൽ പിന്നെ പോണ നേരത്തെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പാത്രങ്ങൾ കുറേ ആകുമ്പോൾ കഴുകാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വൈകുന്നേരം വരുമ്പോഴും പിന്നെയും അത്രയ്ക്കത്ര പാത്രങ്ങൾ ഇവരിടാറുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ ശനിയാഴ്ച കാരണം വാവച്ചി വീട്ടിലുള്ള കാരണം ആളൊരുവിധം പണികളൊക്കെ ചെയ്യും. പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കഴുകി പിന്നെ അടുക്കളയൊക്കെ തുടച്ചിട്ട് അകൊക്കെ അടിച്ചു വാരി തുടച്ച് മിറ്റൊക്കെ അടിച്ച്
വെച്ച് എല്ലാ പണികളും ആൾ ചെയ്യും. അത് കാരണം ഇന്ന് എനിക്ക് പണി ഉണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ട്യൂഷനൊക്കെ പോവല്ലേ, എനിക്ക് നല്ലോണം പണി ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ പിന്നെ വേഗം ഉണക്കപ്പയർ വെള്ളത്തിൽ എണീറ്റ് വശമാണ് ഞാൻ വെള്ളത്തിലിട്ടത്. ഇന്നലെ വൈകുന്നേരം ഇടാനായിട്ട് മറന്നു. അതൊക്കെ കഴുകി വാരി ഞാൻ കുക്കറിൽ മഞ്ഞപ്പൊടി ഇട്ടില്ല, വെറുതെ ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞൂലേ എപ്പോഴും എനിക്ക് തിണ്ട് നല്ല നീറ്റായിട്ടിരിക്കണം. അതിന് ശേഷം പിന്നെ ഞാൻ പിന്നെയാണ് ഓർമ്മ വന്നത് ഇനി ഉള്ളി വേണ്ടേന്ന്. അപ്പം ഞാൻ അപ്പം പെട്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല വെക്കാനായിട്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് വാവച്ചിക്ക് ഇഷ്ടമില്ലല്ലോ, പിന്നെ മുട്ടയൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അല്ലെങ്കിൽ ആൾ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആൾ മുട്ടയൊക്കെ പൊരിച്ചിട്ട് തന്നെ ചോറൊക്കെ ഉണ്ടോളും, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഉണക്കപ്പയർ ഇതുപോലെ എന്നോട് പറഞ്ഞേ അമ്മാമ്മ വെക്കണ പോലെ ചാറാക്കിയിട്ട് വെച്ച് തന്നോളൂന്ന്. അമ്മാമ്മ വെക്കണത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചാറാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതിനുള്ള ഉള്ളിയും അതിലേക്ക് ഞാൻ വെളുത്തുള്ളി എടുത്തു ഉണക്കപ്പയറിലേക്ക്. അപ്പം അങ്ങനെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ വേഗം ഞാൻ നന്നാക്കി എടുത്തു. അപ്പോഴും പഴം വെന്തിട്ടില്ല, വില കുറവായ കാരണം എന്താണെന്നറിയില്ല, പഴം തീരെ അത്ര നല്ല പഴമല്ലായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ ചതച്ചെടുത്തു, വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചതച്ചെടുത്തു. അപ്പം അങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം ഇനി എനിക്ക് ഉണക്കപ്പയർ കാച്ചണം. പിന്നെ ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു, ഇന്നലെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ചൂടാക്കാം. ജാം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു കുപ്പി ജാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കൂട്ടിയിട്ട് ബ്രെഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം അങ്ങനെ ഞാൻ ബ്രെഡ് ഇന്നലെ വാങ്ങിച്ചപ്പോൾ ഇന്നലെ അവർ കൊണ്ടുവന്ന വശം 2-3 പീസൊക്കെ എടുത്തിട്ട് കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ കാലത്തേക്ക് എടുത്തു വെച്ചു, അമ്മ വേറെ ഒന്നും ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ എടുത്തു വെച്ചു. അപ്പോൾ ബ്രെഡ് ചൂടാക്കണം. പിന്നെ അതായത് ഉണക്കമീൻ വറുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഈ ഒരൊറ്റ ട്രിപ്പിൽ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് ഞാൻ വേഗം വറുത്തെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഉണക്കമീനും ഞാൻ പറഞ്ഞില്ലേ പപ്പടം വറുക്കൽ, ഉണക്കമീൻ വറുക്കൽ, അതൊക്കെ ഞാൻ തവിടെണ്ണയിലാണ് ചെയ്യാറ്. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയല്ലേ. പിന്നെ ഉപ്പേരിയും കൂട്ടാനൊക്കെ മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണയിൽ കാച്ചാറ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തവിടെണ്ണയിൽ എനിക്ക് കാച്ചിയപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല, ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ വേഗം മീനൊക്കെ ഒരുവിധം കൊള്ളണ പോലെ അതിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്രയും മീനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് പകലും ഉച്ചയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകുമല്ലോ, പിന്നെ വൈകുന്നേരത്തേക്കും ഉണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ ആയി വന്നപ്പോൾ അതൊക്കെ മറച്ചിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അതും ആയി വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ നടുക്കിലൊരു കുണ്ടൊക്കെ മാറ്റിയിട്ടിട്ടൊരു ഇതാക്കിയിട്ട് അതിൽ കുറച്ച് കുത്തിയ പൊടിയിൽ മുളക് പൊടി കുത്തിപ്പൊടി അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തു. ഞാൻ മീനിലിങ്ങനെ പരട്ടി വെച്ചിട്ടൊന്നും വറക്കില്ല, ഞങ്ങളുടെ അമ്മ അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെയല്ലേ നമ്മളും ചെയ്യുക. അല്ലാണ്ട് ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പരട്ടി വെച്ചിട്ട് പിന്നെ വറക്കുക. അപ്പോൾ അമ്മ പറയും, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും അത് വറുത്ത് വരുമ്പോഴേക്കും അത് കരിഞ്ഞ് പോകുന്നതാണ് അമ്മ പറയാറ്. അപ്പോൾ ഇതുപോലെ ചെയ്തു. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഞാനത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ദോശത്തവയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം അതിൽ കുറച്ച് നെയ്യൊക്കെ പരട്ടി കൊടുത്തിട്ട് ബ്രെഡ് ചൂടാക്കണത് ഇത്രയും ബ്രെഡ് തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ വിജയശേട്ടന് 2 കഷ്ണം പഴവും കൊടുക്കാം, ഇതുപോലെ 2-3 പീസ് ബ്രെഡും കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു കാലത്ത് തന്നെ എനിക്ക് ചോറ് വേണ്ട, ഞാൻ പഴം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 പീസ് പഴം കൊടുത്തയക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വേഗം ബ്രെഡൊക്കെ ചൂടാക്കി എടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഒരുവിധം പണികളൊക്കെ അടുക്കളയിൽ കഴിഞ്ഞു. പിന്നെ എടുക്കണ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകണ കാരണേ അത്രയ്ക്ക് പാത്രങ്ങളൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല കഴുകാനായിട്ട്. അപ്പോൾ മണിക്കുട്ടൻ എണീറ്റു. മണിക്കുട്ടനെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ പിന്നെ തലയിൽ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തു. അവൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേക്കാനൊക്കെ ആൾക്ക് മടിയാണ്. അപ്പോൾ തലയിലും മുഖത്തൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് കുളിക്കാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. എന്നിട്ട് ഞാൻ വേഗം ബ്രെഡൊക്കെ ചൂടാക്കി. അപ്പോൾ ആൾ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളക്കൊക്കെ വെക്കും. വിളക്ക് വെച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നും വിളക്ക് വെക്കാറില്ല, 6 മണിക്ക് പോകുമ്പോൾ വിജയശേട്ടൻ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് മണിക്കൂട്ടാ നീ കുളിച്ച് വിളക്ക് വെക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാർച്ച് 5-ാം തീയതി പരീക്ഷ തുടങ്ങുകയാണ് 10ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ എന്താ പറയുക കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും കളി നിർത്തിയിട്ട് പഠിച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ ഈ വർഷം 10ാം ക്ലാസ്സിലെ ആ കുട്ടിയുടെ അമ്മയാണ് ഞാൻ. നിങ്ങൾക്ക് എത്ര A+ കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആൾ ചിരിക്കുകയോ ചെയ്യാറുള്ളൂ എന്നോട്, വേറെ ഒന്നും പറയാറില്ല. അപ്പം അങ്ങനെ അതിന് ശേഷം ഞാൻ വേഗം ചോറൊക്കെ ആക്കി. അപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വിജയശേട്ടൻ്റെ മൊബൈലിൽ. അപ്പം അങ്ങനെ ചോറൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം കൊള്ളിയാക്കി. അപ്പം മണിക്കുട്ടനോട് വന്ന് ചോദിക്കുകയാണ്, ഇന്നലെയും വൈകുന്നേരം കൊള്ളിയായിരുന്നു, ഇന്നും കൊള്ളിയാണ് അമ്മ എന്ന് ചോദിക്കുകയായിരുന്നു. അതാണ് ഞാൻ ചിരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു പയർ വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ആൾക്ക് പയർ ഇഷ്ടമില്ല. പക്ഷേ ആൾ കൊള്ളിയും ഉണക്കമീനും പിന്നെ അച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടോളും. അപ്പോൾ ഞാൻ വേഗം വിജയശേട്ടനുള്ള ചോറൊക്കെ ആക്കി. ചോറിൻ്റെ ഉള്ളിൽ വടുകപ്പുളി അച്ചാറുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ കൊള്ളി ഞാൻ പറഞ്ഞില്ലേ മിളക് നല്ലോണം കുത്തി മൂപ്പിച്ചിട്ടുള്ളത് അതും ആക്കി കൊടുത്തു. അപ്പം അങ്ങനെ വിജയശേട്ടന് ചായയൊക്കെ കൊടുത്തപ്പോൾ വിജയശേട്ടൻ പോയി. ചോറൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഉണക്കപ്പയർ മുളകിടാനായിട്ട് നോക്കുകയാണ്.
പയറിൽ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഞാൻ വേപ്പില ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വേപ്പിൻ്റെ ചെറിയൊരു തെയ്യാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ഒടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിയില്ലേ എന്ന് വിചാരിച്ചിട്ടേ പിന്നെ ഞാൻ വേപ്പില ഒടിക്കാനൊന്നും പോയില്ല. എന്നിട്ട് വേഗം ഞാൻ അതിൽ മുളകും പൊടിയും കുറച്ച് പൊടിയും പിന്നെ കുറച്ച് കുത്തുപൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊരുവിധം മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൽ പയറൊഴിച്ച് കൊടുത്തു. അപ്പോൾ വാവച്ചേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം വെള്ളമായിട്ട് ചാറോടക്കനെ വെക്കണമെന്ന്. അപ്പോൾ നോക്കിയപ്പോഴേ അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് അങ്ങനെ പയറുപ്പേരി ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ജോലിക്ക് പോകട്ടെ കേട്ടാ.